ഹലോ, അപ്പോൾ മിക്സ്ചർ ആൻഡ് അലിഗേഷൻ്റെ പാർട്ട് 4 എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പാർട്ട് 1, 2, 3 കണ്ടിട്ടില്ലാത്തവർ പോയി കണ്ടിട്ട് വരിക. അത് കണ്ടാൽ മാത്രമേ നമുക്കിത് മനസ്സിലാവുള്ളൂ. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ടൈം ഒട്ടും വേസ്റ്റ് ചെയ്യാതെ ഈ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. ഇതാ നോക്ക്. ഇഫ് ടു ക്വാളിറ്റീസ് ഓഫ് പൾസസ് എക്സ് ആൻഡ് വൈ ഓഫ് പ്രൈസസ് ₹100 ആൻഡ് ₹150 പെർ കിലോഗ്രാം. ഓക്കെ, അപ്പോൾ അത് ആദ്യം അത് എഴുതാം. എക്സ് എന്നും വൈ എന്നും പറഞ്ഞ രണ്ട് ടൈപ്പ് പൾസസ് ഉണ്ട്. അതിൽ ആദ്യത്തിൻ്റെ വില ₹100 പെർ കിലോഗ്രാമാണ്. വൈയുടെ വില ₹150 പെർ കിലോഗ്രാമാണ്. ആർ മിക്സ്ഡ് ഇൻ ദ റേഷ്യോ 7:20. Then what is the price in rupees of this mixture of pulses? Correct to the nearest rupees. അപ്പോൾ ഒന്നുമില്ല, ഇങ്ങനെ നിങ്ങളോട് ചോദിക്കുകയാണ്. അത് രണ്ട് ടൈപ്പ് ഗുഡ്സ് ഉണ്ട്. അത് രണ്ട് ടൈപ്പ് പൾസസ് ആയിക്കോട്ടെ, രണ്ട് ടൈപ്പ് വെറൈറ്റി ഓഫ് ഗുഡ്സ് ആയിക്കോട്ടെ, രണ്ട് വേറെ വേറെ ടൈപ്പ്, രണ്ട് വിലയുള്ള സാധനങ്ങൾ, കിലോയ്ക്ക് രണ്ട് വിലയുള്ള സാധനങ്ങൾ, ആപ്പിൾ ഓറഞ്ചോ എന്തോ ആയിക്കോട്ടെ, അതിനെ 7:20 എന്ന് പറഞ്ഞ റേഷ്യോയിൽ മിക്സ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഈ റേഷ്യോയെ അതിൻ്റെ അളവായിട്ട് എടുക്കണം. അതായത് 100 രൂപയ്ക്ക്, കിലോയ്ക്ക് 100 രൂപയ്ക്കുള്ള സാധനം ഞാൻ 7 കിലോ വാങ്ങിക്കുന്നുണ്ട്, കിലോയ്ക്ക് 150 രൂപയുള്ള സാധനം ഞാൻ 20 കിലോ വാങ്ങിക്കുന്നുണ്ട് എന്നെടുക്കുക. അങ്ങനെ എടുക്കുമ്പോൾ എന്താ അവസ്ഥ? 700 അല്ലേ, 7 കിലോ 100, 7 കിലോയ്ക്ക് 100 രൂപയുള്ള സാധനം, 20-ന് 150, 15, 2, 30, എന്ത് വരും? 3000 വരും, പ്ലസ് 3000 അല്ലേ. ഇതെന്താ ടോട്ടൽ വില. അപ്പോൾ എന്താ ചോദിക്കുന്നത്? വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് ദിസ് മിക്സ്ചർ ഓഫ് പൾസസ് ഇൻ റുപ്പീസ്? അപ്പോൾ അത് യൂണിറ്റ് പ്രൈസാണ് ചോദിക്കുന്നത് നിങ്ങളോട്. അങ്ങനെ യൂണിറ്റ് പ്രൈസ് അല്ലായിരുന്നു ഇവിടെ 3700 വരുന്നത്, അങ്ങനെ സിമ്പിളായിട്ട് ആരും ചോദിക്കില്ലല്ലോ. യൂണിറ്റ് പ്രൈസാണ് ചോദിക്കുന്നത്. യൂണിറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇത് ടോട്ടൽ പ്രൈസ് അല്ലേ. ടോട്ടൽ പ്രൈസ് ബൈ ക്വാൻറ്റിറ്റി. ക്വാൻറ്റിറ്റി ഇവിടെ എന്താ? അതിൽ നിന്ന് 7 കിലോ വാങ്ങിച്ചു, ഇതിൽ നിന്ന് 20 കിലോ വാങ്ങിച്ചു, അപ്പോൾ മൊത്തം എത്രയാണ്? 27 കിലോ. അപ്പോൾ 27 എന്ന് പറയുമ്പോൾ എന്താ? 3700 ബൈ 27. ഇത് നിങ്ങൾ വേണമെങ്കിൽ 370/27 ഗുണിക്കാൻ ശ്രമിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം. അതല്ലാതെ ചെയ്യാനൊരു വഴിയുണ്ട്. അതെങ്ങനെ ഞാൻ പറഞ്ഞുതരാം. 27 കൊണ്ട് നമുക്കിതിനെ എളുപ്പം വെട്ടുന്ന രീതിയിൽ നമുക്കിതിനെ സ്പ്ലിറ്റ് ചെയ്യണം. അപ്പോൾ 3700, അതിനകത്ത് 27 എങ്ങനെ കൊണ്ടുവരും? 2700 ആദ്യം എഴുതുക. കാരണം 2700 27 പെട്ടെന്ന് വെട്ടില്ലേ. അപ്പോൾ 3700 നിന്ന് 2700 അടർത്തി മാറ്റി. ബാക്കി എത്ര ഉള്ളത്? 1000 വരണം. കാരണം 3700 നിന്ന് 2700 മാറിയാൽ 1000 അല്ലേ. ഈ 1000-നെ തുടരുത്. കാരണം എന്താ? 1000-നെ നമുക്ക് 27 കൊണ്ട് പൂർണ്ണമായിട്ട് പറ്റില്ലല്ലോ. അപ്പോൾ നേരെ നമ്മൾ 1000-ൻ്റെ അടുത്തുള്ളത് ചിന്തിക്കുക. 1000-ൻ്റെ അടുത്തുള്ളത് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് 27-ൻ്റെ സ്ക്വയർ വരുന്ന രീതിക്ക് ചിന്തിച്ചാൽ അവിടെ ഒരു ഇത് വരും. 27-ൻ്റെ സ്ക്വയർ വരും. നമുക്ക് നോക്കാം. ഇവിടെ കാണാതെ പഠിച്ച് വെക്കേണ്ടതാണ്. 4, 14, 4, 18, 2, 14, 5, 9, 12, 729. ഓക്കെ, 729. 729. 1000-ൽ നിന്ന് 729 മാറ്റി. ബാക്കി എന്താ ഉള്ളത്? 1000-ൽ നിന്ന് 700 പോയാൽ 300. 300-ൽ നിന്ന് നമ്മൾ 20 പോയാൽ 250. 250-ൽ നിന്ന് 9 പോയാൽ 271. 271/27. ഇനി അത് സുഖമായിട്ട് വെട്ടാൻ പറ്റും. എങ്ങനെയാണ്? മേലെ വെട്ടി കാണിച്ചു തരാം. ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എങ്ങനെ ചെയ്യുന്നത് നിങ്ങളെ പഠിപ്പിക്കുക കേട്ടോ ഞാൻ. എന്താ ഇവിടെ മേളിൽ എഴുതാം ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട്. 2700 ആദ്യം എഴുതി, പിന്നെ ബാക്കി 1000 ഉണ്ടായിരുന്നു. അത് 27-ൻ്റെ സ്ക്വയർ 729 എടുത്തു മാറ്റി. 1000-ൽ നിന്ന് 729 എടുത്തു മാറ്റിയപ്പോൾ 271 വന്നു /27. 27 2700 വെട്ടുമ്പോൾ എന്താ? 100 വരും. ഇതും വെട്ടുമ്പോൾ എന്താ? 27-ൻ്റെ സ്ക്വയറാന്ന് ഓൾറെഡി പറഞ്ഞു. ഇനി ഇതും നോക്ക്. 271-നെ 27 കൊണ്ട് കറക്റ്റ് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റില്ല. പക്ഷേ 270-നെ ഹരിക്കാമല്ലോ. 270-നെ 27 കൊണ്ട് ഹരിച്ചാൽ എന്താ? 10 വരുന്നത്. അപ്പോൾ 270-നെ 27 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 10 ആണെങ്കിൽ 271-നെ 27 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 10-ൻ്റെ അടുത്തുള്ള എന്തോ ആണ്. പക്ഷെ നമുക്ക് റൗണ്ട് ചെയ്തെടുക്കാം. അതുകൊണ്ട് ചോദ്യത്തിച്ചുണ്ട് കറക്റ്റ് ദ നിയറസ്റ്റ് റുപ്പി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് 10 ജസ്റ്റ് അപ്രോക്സിമേറ്റ് ആയിട്ട് എടുക്കാം. അപ്പോൾ എന്തോ 100-ഉം 27-ഉം 127-ഉം 10-ഉം 137-ൻ്റെ അടുത്തുള്ള എന്തോ ആണ്. ഓപ്ഷൻസിൽ 137 ഇല്ലേ? ഉണ്ട്, 137 ഉണ്ട്. ഇതിനിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ 370-നെ 27 കൊണ്ട് ഹരിച്ചതിന് ശേഷം 0 അങ്ങോട്ട് ഡെസിമൽ ക്യാൻസലാക്കി ആഡ് ചെയ്ത് ചേർത്താലും 137 ഓപ്ഷൻ എ വരുള്ളൂ. അപ്പോൾ ഓപ്ഷൻ എ ആണ്
ഉത്തരം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിൽ പോവാം. അപ്പോൾ അതേ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റൈസ് വർത്ത് ₹126 പെർ കിലോഗ്രാം. 126, ഒരു കിലോയ്ക്ക് 126 വിലയുള്ള ഒരു റൈസ്. അതുപോലെ തന്നെ വേറൊരു വെറൈറ്റി എന്താ, ആൻഡ് ₹132 പെർ കിലോഗ്രാം, 132 രൂപ പെർ കിലോഗ്രാം ഉള്ള വേറെ റൈസ് ആർ മിക്സ്ഡ് വിത്ത് തേർഡ് വെറൈറ്റി ഇൻ ദ റേഷ്യോ ഓഫ് 1:1:2. അപ്പോൾ ഇത് വേറൊരു വെറൈറ്റിയും കൂടി ഉണ്ട്, അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. 1:1:2 വേറൊരു വെറൈറ്റിയും കൂടി ഉണ്ട്, അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. ഇഫ് ദ മിക്സ്ചർ ഈസ് വർത്ത് ₹153 പെർ കിലോഗ്രാം, അതായത് ഇത് മൂന്നും കൂടി എന്താ നമ്മൾ മിക്സ് ചെയ്തിട്ട് ഒരു മിക്സ്ചർ ഉണ്ടാക്കുന്നു. ഈ 3 ടൈപ്പ് അരിയും കൂടെ, പല പല വിലയുള്ള 3 ടൈപ്പ് അരിയും കൂടെ മിക്സ് ചെയ്തിട്ടൊരു മിക്സ്ചർ ഉണ്ടാക്കുന്നു. അത് 153 പെർ കിലോഗ്രാം ആണ്. അങ്ങനെയെങ്കിൽ ദ പ്രൈസ് ഓഫ് തേർഡ് വെറൈറ്റി പെർ കിലോഗ്രാം, ഇതാണ് ചോദിക്കുന്നത്. തേർഡ് വെറൈറ്റി ആദ്യത്തെ രണ്ടും തന്നിട്ടുണ്ട്, മൂന്നാമത്തെ തന്നിട്ടില്ല. അപ്പോൾ മൂന്നാമത്തെയാണ് ചോദിക്കുന്നത്, തേർഡ് വെറൈറ്റി പെർ കിലോഗ്രാം. മൂന്നാമത്തെ തരാത്തതുകൊണ്ട് നമ്മളതിനെ ക്ലാസിക്കൽ മെത്തഡായി എക്സിൽ എടുക്കുന്നു. അതിനെ എക്സ് എന്ന് പറഞ്ഞ് എടുത്തു. എന്നിട്ട് ഈ പറഞ്ഞ കാര്യം നമ്മൾ അതുപോലെ എഴുതുന്നു, വലിയ കാര്യമൊന്നുമില്ല. ടീക്കേ, അപ്പോൾ 126 കിലോയ്ക്ക് 126 ഉള്ളതിൻ്റെ 1 കിലോ, 126 തന്നെ. കിലോയ്ക്ക് 132 ഉള്ളതിൻ്റെ 1 കിലോ, 132 തന്നെ. കിലോയ്ക്ക് എക്സ് ഉള്ളതിൻ്റെ 2 കിലോ, 2x തന്നെ അല്ലേ? ഇതെല്ലാം കൂടി ഉള്ളതിൻ്റെ ആണോ? അല്ലല്ല, അങ്ങനെ ഈക്വലായിട്ട് വെക്കരുത്. പെർ കിലോഗ്രാമാണ്, ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇഫ് ദ മിക്സ്ചർ ഈസ് വർത്ത് ₹153 പെർ കിലോഗ്രാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അതായത് ഇതെല്ലാം കൂടെ ഉള്ള പ്രൈസിൻ്റെ ഡിവൈഡഡ് ബൈ ടോട്ടൽ ക്വാൻറ്റിറ്റി. ടോട്ടൽ ക്വാൻറ്റിറ്റി എന്താ? 1, 2, 2, 4 എന്താ വരുന്നത്? 153 അല്ലേ? അപ്പോൾ ഇനിയിപ്പോൾ എന്താണ്? അതെ, 126 പ്ലസ് 132 പ്ലസ് 2x ബൈ 4 കൂടെ 153. ഇതിൽ നിന്ന് എക്സ് കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള സമയം വരുമ്പോൾ ഞാൻ ചെയ്യുന്നത് നോക്കി നിങ്ങൾ ഇരിക്കാതെ, ഞാൻ നേരത്തെ ഷോർട്ടിൽ പറഞ്ഞല്ലോ, നമുക്ക് സ്പീഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ചെയ്യുന്നത് നോക്കി നിങ്ങൾ ഇരിക്കാതെ പെട്ടെന്ന് തന്നെ നിങ്ങളിത് വീഡിയോ പോസ് ചെയ്തിട്ട് എക്സ് കണ്ടുപിടിച്ച് വയ്ക്കുക. എന്നിട്ട് ഈ ഓപ്ഷൻസിൽ തന്നിരിക്കുന്ന ഏതെങ്കിലാണോ നോക്കുക. എന്നിട്ട് ഞാനോട്ട് ക്രോസ് ചെക്ക് ചെയ്യുക. അല്ലാതെ ഞാൻ ചെയ്യുന്നത് നോക്കി ഇരിക്കണ്ട. അങ്ങനെ നിങ്ങൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നല്ല സ്പീഡിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിനകത്തോട്ട് നമ്മൾക്ക് വരാം. അപ്പോൾ 126, 132 എന്തോ എത്ര? 8, 5, 258 പ്ലസ് 2x ഈക്വൾ ടു 153, 4, 12, 21, 4, 4, 5, 6, 612. ഓക്കെ, 258 പ്ലസ് 2x ഈക്വൾ ടു 612. അപ്പോൾ നേരത്തെ ഇത് വരുമ്പോൾ നിങ്ങൾ പോസ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്ത് നോക്കട്ടോ. എന്നിട്ട് എൻ്റെ കൂടെ വന്നാൽ മതി, അപ്പോഴേ നിങ്ങളുടെ ബ്രെയിനും ഡെവലപ്പ് ആവുള്ളൂ. ഓക്കെ, അപ്പോൾ എന്താ? അപ്പോൾ 258 പ്ലസ് 2x ഈക്വൾ ടു 612. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? 258 ഇവിടെ പോകും, അതായത് 612 258 പോകും. അപ്പോൾ അതാ 12 4 അല്ലേ? ഇത് സോറി, 12 4 ഇപ്പുറത്ത് 5 6 5 പോകും. അപ്പോൾ 354 ബൈ 354 ബൈ 2 അല്ലേ? 612 258 പോയി. ഇനിയിപ്പോൾ 2x 2 ഇവിടെ വന്നു, അപ്പോൾ ബൈ 2 വരും. എന്ത് വരും? എന്താണ് പറഞ്ഞോ? 300, 150, 50, 25. അപ്പോൾ 175, 177, 175, 177.5. ഓപ്ഷൻസിലുണ്ടോ? അത് തന്നെ, 175.5. വെയിറ്റ്, 150, 25, 75. ഓക്കെ, അത് ഓപ്ഷൻസിലെ മിസ്റ്റേക്കാണ്. ശരിക്കും ഇത് 177 വരുന്നത് കേട്ടോ. 177 ഇൻറ്റു 2 154 വരുന്നത്. അപ്പോൾ 177 ഓപ്ഷൻ ഡി. 175.5 എന്നുള്ളത് നിങ്ങൾ 177 എടുത്താൽ മതി. 177 കറക്റ്റ് ഉത്തരം. ഓക്കെ, ശരി. ഓക്കെ, അപ്പോൾ അടുത്ത ഈ ക്വസ്റ്റ്യൻ നോക്കുക. സിമിലർ മോഡലുള്ള ക്വസ്റ്റ്യൻ ആണ്. റൈസ് വർത്ത് ₹35 പെർ കിലോഗ്രാം ആൻഡ് ₹38 പെർ കിലോഗ്രാം ആർ മിക്സ്ഡ് വിത്ത് എ തേർഡ് വെറൈറ്റി ഇൻ ദ റേഷ്യോ 2:1:2. അതായത് നേരത്തെ പോലെ തന്നെ ആദ്യം 35 പെർ കിലോഗ്രാം വിലയുള്ള ഒരു വെറൈറ്റി ഓഫ് റൈസ് ഉണ്ട്. പിന്നെ 38 പെർ കിലോഗ്രാം വിലയുള്ള വേറൊരു ക്വാളിറ്റി ഓഫ് റൈസ് ഉണ്ട്. ആർ മിക്സ്ഡ് വിത്ത് എ തേർഡ് വെറൈറ്റി. നമ്മൾ നേരത്തെ എടുത്തോളം തന്നെ എക്സ് പെർ കിലോഗ്രാം എടുക്കാം. ഇൻ ദ റേഷ്യോ 2:1:2 എന്നുള്ള മിക്സ്ചറിലാണ് ഇപ്പോൾ എടുക്കുന്നത്. ഇഫ് ദ മിക്സ്ചർ ഈസ് വർത്ത് ₹42 പെർ കിലോഗ്രാം. നേരത്തെ പറഞ്ഞ പോലെ ചെയ്യണം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നോക്കി പോസ് ചെയ്തിട്ട് നിങ്ങൾ പോസ് ചെയ്യുക. നേരത്തെ അതേ ഇതാണ്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അതിന് ശേഷം എൻ്റെ കൂടെ ചെയ്യുക. ഓക്കെ, അപ്പോൾ പോസ് ചെയ്യേണ്ടവർ പോസ് ചെയ്തിട്ട് ചെയ്തോളുക. നമുക്ക് ചെയ്യാം. ഓക്കെ,
അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്, ഇഫ് ദ മിക്സ്ചർ ഈസ് വർത്ത് ₹42 per kilogram, അതായത് എന്താ ഇവിടെ 35 കിലോഗ്രാം വിലയുള്ള അരിയുടെ 2, അപ്പോൾ എന്താ 70 പ്ലസ് 1 തന്നെ 38 പ്ലസ് 2x ബൈ എന്താ 2 3 2 5 എന്താ പറയുന്നത്, എത്ര വരുന്ന പറഞ്ഞാൽ 42 അല്ലേ. അതായത് എന്ത് വരും 108 പ്ലസ് 2x ഈക്വൾ ടു 42 ഇൻറ്റു 5 എന്ന് പറയുമ്പോൾ എന്താ 210 വരും അല്ലേ. 5 × 10 5 × 4 20 210. ഓക്കെ, അപ്പോൾ എക്സ് എന്ത് വരും 210 108 പോയാൽ എന്താ 108 പോയാൽ അവിടെ നിന്ന് 10 ഇവിടെ നിന്ന് 90 100 102 അപ്പോൾ 102/2 എന്താ 50 51, ഓപ്ഷൻ ഡി. അപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻ ഡി ആണോ വന്നത് നോക്കുക. ഇത്രയേ ഉള്ളൂ. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ഏകദേശം മനസ്സിലായല്ലോ. അടുത്ത ക്വസ്റ്റ്യനിൽ പോവാം. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇതും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സാധനം തന്നെയാണ്. One quality of rice at ₹45 per kilogram is mixed with another quality of a certain rate in the ratio of 3:2. ഒരെണ്ണം 45 per kilogram. എന്തുകൊണ്ട് അത് എക്സ്, അത് 3:2 എന്ന് പറഞ്ഞ അനുപാതത്തിൽ മിക്സ് ചെയ്യുന്നു. ഇഫ് ദ മിക്സ്ചർസ് ഓഫ് ഫോംഡ് വർത്ത് ഈസ് ₹50 per kilogram, വാട്ട് ഈസ് ദ റേറ്റ് per kilogram ഓഫ് ദ സെക്കൻഡ് ക്വാളിറ്റി ഓഫ് റൈസ്? 3:2 45 3 എന്താ വരിക 90 45 എന്താ വരുക 135 അല്ലേ. 135 പ്ലസ് 2x ബൈ 3 2 ബൈ 5 ഈക്വൾ ടു 50. അപ്പോൾ അത് പറഞ്ഞു 250 അല്ലേ. അപ്പോൾ എക്സ് ഇസ് ഈക്വൾ ടു 250 നിന്ന് 135 15 അല്ലേ 115 ബൈ 2 എന്ന് പറയുമ്പോൾ എന്താ 50 15 എന്താ 7 15 57 15 57 ഉണ്ടോ 57.5. ഇതാണ് ഉത്തരം വരുന്നത് കണ്ടോ. ഇപ്പോൾ ഞാൻ ഈ ചെയ്ത സ്പീഡില്ലേ, ഈ സ്പീഡ് മീഡിയം സ്പീഡാണ് SSCക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ. ഈ സ്പീഡിനെക്കാട്ടും ടക്ക് 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 നിങ്ങൾ ചെയ്യണം. മനസ്സിലായോ? അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റണം. 45 3 എന്നൊക്കെ പറഞ്ഞാൽ 45 × 3 3 × 5 15 3 × 12 1 13 അങ്ങനെ 135 എടുക്കരുത്. നിങ്ങൾ 45 90 ഇതും കൂടെ വരുമ്പോൾ എന്താവും, അങ്ങനെയൊക്കെ ചിന്തിക്കണം. സോ ഈ ഒരു സ്പീഡ്, ഞാനിപ്പോൾ ഇത് സ്പീഡ് ചിന്തിച്ചത് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ ചെയ്യാൻ. അതുകൊണ്ട് ഈ ഒരു സ്പീഡല്ല, ഇത് നമുക്ക് പേന തൊടാതെ ഇങ്ങനെ ചിന്തിക്കാൻ പറ്റണം. മനസ്സിലായോ? പേന തൊടാതെ ഇങ്ങനെ ചിന്തിച്ച് എഴുതാൻ പറ്റണം. അങ്ങനെ പറ്റും, നമ്മൾ പ്രാക്ടീസ് പറ്റും. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇത് ഒരു ഹോംവർക്കായിട്ട് കരുതിയാൽ മതി. നിങ്ങൾ പോസ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിച്ച ചോദ്യം. എന്തായാലും 57.5 ഉത്തരം. അടുത്ത ചോദ്യത്തിൽ പോവാം. ഓക്കെ, നമുക്കപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കാം. റിനി ഹാസ് മിക്സ്ഡ് 2 കളേഴ്സ് C1 ആൻഡ് C2 ഇൻ ദ റേഷ്യോ 2:3. അപ്പോൾ C1 എന്ന് പറഞ്ഞൊരു കളറുണ്ട്, C2 എന്ന് പറഞ്ഞ വേറെ കളറുണ്ട്. റിനി എന്താണ് അതിനെ 2:3 എന്ന് പറഞ്ഞ അനുപാതത്തിൽ മിക്സ് ചെയ്തു. അതായത് C1 ഒരു ബക്കറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു 2 ലിറ്റേഴ്സ് എടുത്തു, C2 ഒരു ബക്കറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് 3 ലിറ്റേഴ്സ് എടുത്തു. മൊത്തം ചേർത്ത് ഒരു 5 ലിറ്റേഴ്സ് റിനി എടുത്തിട്ടുണ്ട്, ഒരു 5 ലിറ്റർ എടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ഇഫ് ദ റേറ്റ് ഓഫ് ദ കളർ C1 ഈസ് ₹500 per unit and she is selling the mixture of the 2 colors at ₹650 per unit. ഓക്കെ, അറ്റ് ബ്രേക്ക് ഈവൻ പ്രൈസ് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ആർക്കെങ്കിലും ബ്രേക്ക് ഈവൻ എന്താ എന്നറിയില്ലെങ്കിൽ കുറേ സിനിമാ ഭ്രാന്തന്മാർക്കൊക്കെ അറിയും. കാരണം ബ്രേക്ക് ഈവൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പടത്തിൻ്റെ ചിലവായ ബജറ്റ് അതുപോലെ തന്നെ വരുമ്പോൾ, അതായത് ലാഭവും നഷ്ടവും ഇല്ലാത്ത അവസ്ഥ, ഇട്ട തുക തിരിച്ചു കിട്ടുന്നതാണ് ബ്രേക്ക് ഈവൻ. ഓക്കെ, അതാണ് ബ്രേക്ക് ഈവൻ. അപ്പോൾ അത് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, റിനി ഈ 2 കളറും കൂടെ ₹650 പെർ യൂണിറ്റ്, ഒരു യൂണിറ്റിന് ₹650 എന്നുള്ള രീതിക്ക് വിറ്റു ബ്രേക്ക് ഈവൻ പ്രൈസിൽ. അതായത് ലാഭവും നഷ്ടവും ഇല്ല, അതായത് അത് തന്നെ സെയിം തന്നെ, ആ തുക തന്നെ. അതായത് ബോസേ, ഇപ്പം നമുക്ക് ഈ ഒരു C1 C2 കൂടെ മിക്സ് ചെയ്ത് എടുത്ത സാധനത്തിന് എനിക്ക് ചിലവായത് ₹650 ആണെങ്കിൽ അതേ ₹650 ഞാൻ വിൽക്കുമ്പോഴല്ലേ അത് ബ്രേക്ക് ഈവൻ. എനിക്ക് ലാഭവും നഷ്ടമല്ലല്ലോ, എനിക്ക് ചിലവായ പൈസക്ക് തന്നെ ഞാൻ വിറ്റു, അതല്ലേ ബ്രേക്ക് ഈവൻ. അപ്പോൾ അത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. നിങ്ങളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ടേം തന്നിട്ട് നിങ്ങൾക്കത് അറിയോ എന്നുള്ളൊരു ടെസ്റ്റാണത്. ഓക്കെ, അപ്പോൾ അതെന്തുവാട്ടെ, അങ്ങനെ വിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദെൻ വാട്ട് ഈസ് ദ റേറ്റ് പെർ യൂണിറ്റ് ഓഫ് ദ സെക്കൻഡ് കളർ, ദാറ്റ് ഈസ് C2. അതായത് ആദ്യത്തേനല്ലേ C1ന് 500 പെർ യൂണിറ്റാന്ന് പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ 2 യൂണിറ്റ് എടുത്തിട്ടുണ്ട്, മീൻസ് റേഷ്യോ. ഇതിൻ്റെ പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്താ, ഇനി നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. 500 പെർ യൂണിറ്റ് ഉള്ളതിൻ്റെ 2 എടുത്തു. അപ്പോൾ എന്താ 500 × 2 ₹1000 പ്ലസ് എന്താ, ഇതിനെ എക്സ് പെർ യൂണിറ്റ് എന്ന് വിളിക്കാം. എക്സ് പെർ യൂണിറ്റ് ഉള്ളതിനെ 3 എടുത്തു. അപ്പോൾ എന്താ
3x രണ്ടും കൂടെ കൂടിയിട്ടുള്ളതാണോ 650? അല്ല, പെർ യൂണിറ്റാണ്. ഇത് ഈക്വൽ ടു 650 വരാൻ കാരണം എന്താ ഞാൻ പറഞ്ഞത്, ബ്രേക്ക് ഈവൻ ആണ്. ഈ ബ്രേക്ക് ഈവൻ അല്ല എന്നുണ്ടെങ്കിൽ കേസ് വേറെ ആവും, ലാഭത്തിൻ്റെയും നഷ്ടത്തിൻ്റെയും കണക്കൊക്കെ വരുമ്പോൾ. സെല്ലിംഗ് പ്രൈസും കോസ്റ്റ് പ്രൈസും അത് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ പഠിക്കാം. ഓക്കെ, അപ്പോൾ എന്താ പറയുന്നത്, ഇത് രണ്ടും കൂടെ വിറ്റത് 650 പെർ യൂണിറ്റ്. അപ്പോൾ പെർ യൂണിറ്റ് ആക്കണം. അപ്പോൾ മൊത്തം എത്ര ഉണ്ട്, ഞാൻ പറഞ്ഞ 5. അപ്പോൾ ഇതേ ബൈ 5 650 വരുന്നത് അല്ലേ. അപ്പോൾ 5 അങ്ങോട്ട് പോവില്ലേ, ശരിക്കും 650 എന്താ വരുന്നത്, ഇതേ ബൈ 5. അപ്പോൾ 5 അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങനെ എഴുതുന്നേ ഉള്ളേ 5 × 650, അങ്ങനെ തന്നെ എഴുതി വെക്കാം. അപ്പോൾ എന്താ 3x എന്ന് പറഞ്ഞാൽ എന്താ, 1000 അങ്ങോട്ട് പോകും. 5 × 650 -1000 ആവും. അപ്പോൾ 5 × 650 -1000 ആവുമല്ലോ. അപ്പോൾ 650 നിന്നും എന്താണ് ഒരു 5 നമുക്ക് എടുക്കാം. അപ്പോൾ എന്താ 5 × 650 -1000 നിന്ന് ഒരു 5 എടുത്താൽ എന്താവും, 1000 അവിടെ ഉണ്ട്, 1000 ഇവിടുന്ന് പോയതാണ്, അതിൽ നിന്നൊരു 5 എടുത്താൽ എന്താവും, 200 ആവും അല്ലേ, 200 ആവും. അപ്പോൾ എന്തായി, x = 5 × 650 200 പോയാൽ എന്താ 450 ആയി. 450/3 എളുപ്പമായില്ലേ. എന്താ 45ഉം 3ഉം കൂടെ വെട്ടുമ്പോൾ 15 അല്ലേ. അപ്പോൾ 150 × 5 എന്ത് വരും, 15 × 5 25 25 75 750. അതല്ലേ ചോദിച്ചിരിക്കുന്നത്, വാട്ട് ഈസ് ദ 750, വാട്ട് ഈസ് ദ റേറ്റ് പെർ യൂണിറ്റ് ഓഫ് ദ സെക്കൻഡ് കളർ, ദാറ്റ് ഈസ് C2. അത് എക്സ് എന്നല്ലേ എടുത്ത്, എക്സ് എന്താ കിട്ടി 750, ഓപ്ഷൻ എ. ഓക്കെ, അപ്പോൾ ഈ ബ്രേക്ക് ഈവൻ എന്ന് പറഞ്ഞ ടേം പഠിക്കേണ്ട മാത്രമേ ഇവിടെ ഇതുള്ളൂ, ബാക്കിയൊക്കെ ഓക്കെ തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇപ്പോൾ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം, ശ്രദ്ധയോടെ വായിക്കുക. അപ്പോൾ 2 tins ഓഫ് ഈക്വൽ ഡയമെൻഷൻ ഹാവ് 1/5 and 1/6 പോർഷൻസ് ഫിൽഡ് വിത്ത് ആസിഡ്. If the remaining portion of the tins are filled with water and the resultant contents are mixed in tumbler, how many units of acid shall be added to the tumbler so that the ratio of acid and water becomes 1:1 in the resulting solution? അപ്പോൾ ക്വസ്റ്റ്യൻ പോസ് ചെയ്തിട്ട് എപ്പോഴത്തേക്കും പോലെ ശ്രദ്ധിച്ച് വായിക്കുക. ഇനി വായിച്ചിട്ട് മനസ്സിലാകാത്തവർ ശ്രദ്ധിക്കുക, ഇത്ര പറഞ്ഞിട്ടുള്ളൂ. അതായത് 2 ടിന്നുണ്ട്, 2 tins എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ ക്വസ്റ്റ്യൻ്റെ. 2 tins ഓഫ് ഈക്വൽ ഡയമെൻഷൻ, രണ്ടിനും ഈക്വൽ ഡയമെൻഷനാണ്. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ 5/1 വാട്ടറും ഒരെണ്ണത്തിൻ്റെ 6/1 ഒരെണ്ണത്തിൻ്റെ 5/1 ആസിഡും മറ്റേതിൻ്റെ 6/1 ആസിഡും. ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഫ്രാക്ഷൻ ഡിഫറൻ്റ് ആണെങ്കിലും എന്താ പറഞ്ഞിരിക്കുന്നത്, ഇത് രണ്ടും സെയിം ആണ്, ഈക്വലാണ് ഈ 2 ടംബ്ലറിനെ. അപ്പോൾ ഈ ഫ്രാക്ഷൻ നമ്മൾ ഒരുപോലെ ആക്കണം. ഫ്രാക്ഷൻ ഒരുപോലെ ആക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, ഡിനോമിനേറ്ററിനെ ഒരുപോലെ ആക്കണം. 5ഉം 6ഉം അല്ലേ, അപ്പോൾ എളുപ്പമല്ലേ. എന്താ, ഇതിനെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്തായി, അതിനെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തായി, 6 വെള്ളം താഴെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തായി 30, 6/30 എന്നായി അല്ലേ, 6/30 എന്നായി. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം, 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്തായി 5/30 എന്നായി. ഓക്കെ, 5/30 എന്നായി. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്, ഇഫ് ദ റിമൈനിങ് പോർഷൻ ഓഫ് ദ ടിൻസ് ആർ ഫിൽഡ് വിത്ത് വാട്ടർ ആൻഡ് ദ റിസൾട്ടൻറ്റ് കണ്ടൻസ് ആർ മിക്സ്ഡ് ഇൻ ടംബ്ലർ. ഓക്കെ, അപ്പോൾ ഇതിൽ ആദ്യത്തേൽ 30 ലിറ്ററിൽ 6 ലിറ്റർ ആസിഡും രണ്ടാമത്തേൽ 30 ലിറ്ററിൽ 5 ലിറ്റർ ആസിഡും. എന്നിട്ട് ഇതിനകത്തോട്ട് വെള്ളം നമ്മൾ ഫില്ല് ചെയ്തു രണ്ടിൻ്റെയും ബാക്കി ഭാഗങ്ങളിലോട്ട്. ഇപ്പോൾ 30ൽ 6 എന്ന് പറഞ്ഞാൽ ബാക്കി 24 ലിറ്ററിലോട്ട് വെള്ളം ഫില്ല് ചെയ്തു. ഇവിടെ ബാക്കി 25 ലിറ്ററിലോട്ട് വെള്ളം ഫില്ല് ചെയ്തു. അത്രേ ഉള്ളൂ സംഭവം. എന്നിട്ട് നമ്മളിത് ഒരുമിച്ച് ആഡ് ചെയ്തു. അപ്പോൾ ഒരുമിച്ച് ഒരു ടംബ്ലറിൽ ആഡ് ചെയ്യുമ്പോൾ എന്താ, 30 കൂടി എന്താ 60 ലിറ്റർ ഇല്ലേ, 60 ലിറ്റർ ഉണ്ട് മൊത്തം. 60 ലിറ്റർ മൊത്തം ഉണ്ട്, 6 × 5 11 ലിറ്റർ ആസിഡും ഉണ്ട് അല്ലേ, 11 ലിറ്റർ ആസിഡും ഉണ്ട്. ഓക്കെ, അപ്പോൾ 11 ലിറ്റർ ആസിഡ് 60 ലിറ്റർ ഉണ്ടെങ്കിൽ ബാക്കി എന്താ വാട്ടർ നമ്മൾ ആഡ് ചെയ്യുന്നു പറഞ്ഞില്ല, വാട്ടർ ബാക്കി എത്ര ഉണ്ടാവും, 9 × 10 1 × 2 4 6 അല്ലേ, അപ്പോൾ 49. 11 ലിറ്റർ ആസിഡും 49 ലിറ്റർ വെള്ളവും ഉണ്ട്. ഇപ്പോൾ ഉണ്ടോ, ഉണ്ട്, ആഡ് ചെയ്തപ്പോൾ. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്, ഹൗ മെനി യൂണിറ്റ്സ് ഓഫ് ആസിഡ് ഷുഡ് ബി ആഡഡ് ടു ദ ടംബ്ലർ സോ ദാറ്റ് ദ റേഷ്യോ ഓഫ് ആസിഡ് ആൻഡ് വാട്ടർ ബിക്കംസ് 1:1 ഇൻ ദ റിസൾട്ടിങ് സൊല്യൂഷൻ. അതായത് ഇപ്പം ഇങ്ങനെയാണേ, ഇപ്പോൾ 60 ലിറ്റർ ഉണ്ടേ, 60 ലിറ്ററിൽ 11 ലിറ്റർ ആസിഡാണേ, 49 ലിറ്റർ വാട്ടറാണേ. ഇതിനകത്തോട്ട് എത്ര ലിറ്റർ എന്താ ആഡ് ചെയ്യേണ്ടത്, ആസിഡ് ആഡ് ചെയ്യണം. എത്ര ലിറ്റർ ആസിഡ് ആഡ് ചെയ്യണം, ആസിഡാണ് ആഡ് ചെയ്യേണ്ടത്.
എത്ര ലിറ്റർ ആഡ് ചെയ്യണം? എന്തിനു വേണ്ടിയിട്ട്? ഇതിൻ്റെ രണ്ടിൻ്റെ റേഷ്യോ 1:1 ആവാൻ. അപ്പോൾ ഇത് നിങ്ങൾ എങ്ങനെ അപ്രോച്ച് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും സൊല്യൂഷനിലോട്ട് എന്തെങ്കിലും ആഡ് ചെയ്യുമ്പോൾ ആ ആഡ് ചെയ്യുന്നത് മാത്രമാണ് മാറുന്നത്, ആഡ് ചെയ്യാത്തത് സെയിം ആയിട്ട് നിൽക്കും. ഇവിടെ ആഡ് ചെയ്യുന്നത് എന്താ? ആസിഡ്. ആഡ് ചെയ്യാത്തത് വാട്ടർ. അപ്പോൾ വാട്ടർ സെയിം ആയിട്ട് നിൽക്കില്ലേ? അപ്പോൾ വാട്ടറിൻ്റെ ഭാഗത്ത് 49 ആക്കാൻ എന്ത് ചെയ്യണം? 49 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 1 അല്ലേ? 49 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 49 വന്നു. അപ്പോൾ ഇവിടെ എന്ത് വരും? 49 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 49 വന്നു. 49:49 എന്ന് വന്നില്ലേ ആസിഡും വാട്ടറും? അതായത് എന്താ? 11 ലിറ്റർ ആസിഡ് ഉണ്ടായിരുന്നത് ഇപ്പോൾ 49 ലിറ്റർ ആസിഡ്. അപ്പോൾ 11 49 ആവണമെങ്കിൽ എന്തോരം ആഡ് ചെയ്യണം? 8ഉം 3ഉം 38 ലിറ്റർ ആഡ് ചെയ്യണ്ടേ? ഉത്തരത്തിലെ ഓപ്ഷൻ ബി 38 ലിറ്ററാണ് ഉത്തരം. കണ്ടോ, സിമ്പിളാണ്. ആസിഡ് 1:1 എന്നുള്ള രീതിയിലാവണം. അപ്പോൾ ഇത് 49 തന്നെ, ഇത് 49. അപ്പോൾ 49 ആവാൻ എന്താ? 11 38 ലിറ്ററും കൂടെ ആഡ് ചെയ്താലേ, ആസിഡ് കൂടെ ആഡ് ചെയ്താലേ 1:1 49:49 ആവുള്ളൂ. അതാണ് 38 ലിറ്റർ ഉത്തരം. ഓക്കെ, സിമ്പിൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇത് നിങ്ങൾ ഇച്ചിരി ശ്രദ്ധിച്ച് വായിക്കണം. കാരണം ഇതിൽ ഇച്ചിരി കോൺസെപ്റ്റ്സ് ഉണ്ട്. ഞാൻ പറഞ്ഞുതരാം, പേടിക്കൊന്നും വേണ്ട. നല്ല ഈസി ആയിട്ട് നമുക്ക് പറഞ്ഞു തരാം ഇത്. അപ്പോൾ ചോദ്യം വായിക്കും. A can have 25 liters of water and milk mixed in the ratio of 1:4. If 3 liters of the mixture is emptied and 2 liters of milk are added and the same process is carried out one more time, what will be the final ratio of milk to water? അപ്പോൾ നിങ്ങളും ചോദ്യം പോസ് ചെയ്തിട്ട് വായിക്കുക. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. ഒരു ക്യാനിൽ 25 ലിറ്റർ എന്താണ്? വാട്ടറും മിൽക്കും കൂടെ മിക്സ് ചെയ്തതുണ്ട്. അതിൻ്റെ റേഷ്യോ 1:4 ആണ്. വാട്ടറും മിൽക്കും കൂടെയുള്ള റേഷ്യോ 1:4 ആണ്. മൊത്തം എത്ര ഉണ്ട്? 25 ലിറ്റർ ഉണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് പറഞ്ഞുകൂടെ എന്താന്ന്? എന്താ 25ഉം 1ഉം 4 എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ എന്ത് വരും? 5 ലിറ്ററും 20 ലിറ്ററും വരില്ലേ? 5 × 1 5, 5 × 4 20. കണ്ടോ, മൊത്തത്തിൽ എത്ര? 25 ആയി. ഇനി ഇതെങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലാത്തവർക്ക് പറഞ്ഞുതരാം. മൊത്തം ഉള്ളത് 25 ലിറ്റർ. റേഷ്യോ 1:4 ആണെങ്കിൽ 1ഉം 4ഉം കൂടെ കൂട്ടുക. 1ഉം 4ഉം കൂടെ കൂട്ടിയാൽ എന്താ? 5. ആ 5നെ ടോട്ടൽ കൊണ്ട് ഹരിക്കുക. 25/5. അപ്പോൾ എന്ത് വന്നു? 5 വന്നില്ലേ? എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5നെ വാട്ടറിൻ്റെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ, ഒന്നുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ വാട്ടറിൻ്റെ അളവ് കിട്ടും 5. 5നെ മിൽക്കിൻ്റെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ, 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടും 20. റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ പഠിച്ചവർക്ക് അറിയാം. ഇല്ലേ, നമ്മൾ ബേസിക്സിൽ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ പഠിപ്പിക്കും. അപ്പോൾ ബേസിക്കലി ഇത്രയാണ് 1:4. 25 ലിറ്റർ 1:4 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. വാട്ടർ 5 ലിറ്ററും മിൽക്ക് 20 ലിറ്ററും. ഓക്കെ, അത് കുഴപ്പമില്ല. ഇനിയുള്ളൊരു കോൺസെപ്റ്റ് നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. അതായത് നമ്മൾ നേരത്തതിലൊക്കെ റീപ്ലേസ് ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? റീപ്ലേസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? നേരത്തെ ക്ലാസ് കാണാത്തവർ ഇത് വന്ന് കാണരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഫസ്റ്റ് ക്ലാസ് തൊട്ട് കാണണം ഈ കോൺസെപ്റ്റ് മനസ്സിലാവണമെങ്കിൽ. റീപ്ലേസ് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് എടുത്ത് മാറ്റിയതിന് ശേഷം തിരിച്ച് അതേ അളവ് വെക്കുക. ഇവിടെ അതാണോ? ഇവിടെ അതല്ല. വായിച്ച് നോക്കിയാൽ ഇഫ് 3 liters ഓഫ് ദ മിക്സ്ചർ ഈസ് എംപ്റ്റീഡ് ആൻഡ് 2 liters ഓഫ് ദ മിൽക്ക് ആർ ആഡഡ്. അതായത് 3 ലിറ്റർ എടുത്തിട്ട് 2 ലിറ്റർ തിരിച്ചിട്ടു. അതായത് എന്താ? 1 ലിറ്ററിന് നഷ്ടം വരുന്നുണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ ആൻഡ് ദ സെയിം പ്രോസസ് ഈസ് ക്യാരിഡ് ഔട്ട് വൺ മോർ ടൈം, വാട്ട് വിൽ ബി ദ ഫൈനൽ റേഷ്യോ ഓഫ് മിൽക്ക് ടു വാട്ടർ? വാട്ടർ ടു മിൽക്ക് അല്ല, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് മിൽക്ക് ടു വാട്ടറിൻ്റെ ഫൈനൽ റേഷ്യോ ആണ്. ഇതിൽ ശ്രദ്ധിക്കണം. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യത്തിൽ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. കാരണം ഇച്ചിരി മനസ്സിലാക്കാൻ പാടുള്ളൊരു കോൺസെപ്റ്റാണ്. വളരെ ശ്രദ്ധിച്ച് കേൾക്കണേ. അതായത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് മിക്സ്ചറിൻ്റെ കാര്യത്തിൽ, എസ്പെഷ്യലി മിക്സ്ചർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ബന്ധപ്പെടുമ്പോൾ നമ്മൾ എന്താണോ എടുത്ത് മാറ്റുന്നത് അല്ലേ? ഇവിടെ എന്താ എടുത്ത് മാറ്റുന്നത്? ഇവിടെ മിക്സ്ചർ എടുത്ത് മാറ്റുന്നുണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് ആഡ് ചെയ്യുന്നത്? വാട്ടർ മിൽക്ക് ആഡ് ചെയ്യുന്നുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? 3 liters ഓഫ് ദ മിക്സ്ചർ മാറ്റും. മിക്സ്ചർ മാറ്റുമ്പോൾ വെള്ളവും പാലും കൂടെയല്ലേ മാറുന്നത്? എന്നിട്ട് ആഡ് ചെയ്യുന്നത് എന്താ? പാലും. അപ്പോൾ അതായത് എന്താ? ഇവിടെ കുറയുന്നത് ഏതാ? കുറയുന്നതാണ് നമ്മൾ നോക്കേണ്ടത്. ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം മിൽക്ക് പിന്നെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിനകത്ത് റേഷ്യോ എടുത്തിട്ട് കാര്യമില്ല. കുറയുന്നതിനെയാണ് നമ്മൾ നോക്കുന്നത്. ഏതാ കുറയുന്നത്? വെള്ളമല്ലേ കുറയുന്നത്. കാരണം എന്താ? ഞാൻ പിന്നെയും പറയാം. സൊല്യൂഷൻ നിന്ന് 3 ലിറ്റർ എടുത്ത് മാറ്റുന്നു. ആ 3 ലിറ്ററിനകത്ത് 1:4 എന്ന് പറഞ്ഞ അനുപാതത്തിൽ എന്താ? വെള്ളവും മിൽക്കും ഉണ്ട്.
പക്ഷെ സൊല്യൂഷനിലോട്ട് തിരിച്ചിടുന്ന എന്താ 2 ലിറ്റർ മിൽക്കാണ്. അപ്പോൾ മിൽക്ക് അവിടെ കൂടിയ കുറഞ്ഞ അളവിൽ മാറാതെ നിൽക്കുന്നുണ്ട്. കുറയുന്നത് എന്താ? വാട്ടർ മാത്രമാണ്. വാട്ടർ വരുന്നില്ല, മിൽക്ക് മാത്രമേ പുറത്തോട്ട് പോകുന്നുള്ളൂ. വാട്ടർ അകത്തോട്ട് വരുന്നില്ല, വാട്ടർ കുറവാണ്. അപ്പോൾ കുറയുന്നതിൻ്റെ കാര്യം നമുക്ക് പറയാം. കുറയുന്നതായിട്ടുള്ള എലമെൻറ്റ് 5 ലിറ്ററാണ് ആദ്യം ഉള്ളത്. 5 ലിറ്റർ ഇല്ലേ, 5 ലിറ്റർ വാട്ടർ ഉണ്ട് അല്ലേ. ഇനി എങ്ങനെ കുറയുന്നത്? നേരത്തെ ആദ്യം നമ്മൾ പഠിച്ച ക്ലാസ്സിലെ ഫ്രാക്ഷൻ്റെയിലോട്ട് പോകും. മൊത്തം 25 ലിറ്റർ ഉണ്ട്. 25 ലിറ്ററിൽ എത്ര കുറയും? 25 ലിറ്ററിൽ നിന്ന് 3 പോകുന്നത്. അപ്പം 25 പോയാൽ 25 3 ഭാഗം പോയാൽ, ഞാൻ നേരത്തെ പറഞ്ഞ കുപ്പിയുടെ കണക്ക് പോലെ വയ്ക്കണം. വേറൊരു പ്രോബ്ലത്തിൽ നമ്മൾ 25 കുപ്പികൾ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുക. അതിൽ നിന്ന് 3 കുപ്പി പോയാൽ ബാക്കി എത്ര കുപ്പി ബാക്കിയുണ്ട്? 22 കുപ്പി. അപ്പം 25 നിന്ന് 3 മിക്സ്ചർ പോയി, 22 ബാക്കിയുള്ളത്. അത് ഞാൻ പറഞ്ഞിരുന്നു, ഒരു മിക്സ്ചറിലെ എലമെൻറ്റുകൾ പോകുന്നത് ഒരേ ടോട്ടൽ എത്രയാണോ പോകുന്നത് അത് തന്നെയാണ് എലമെൻറ്റിൽ നിന്നും പോകുന്നത്. ഇത് ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഓർമ്മ വരുന്നില്ലെങ്കിൽ ആദ്യത്തെ ക്ലാസ്സിൽ പോകും, അപ്പോൾ ഈ കോൺസെപ്റ്റ് മനസ്സിലാവും. അപ്പോൾ എല്ലാം വിട്ടേക്കൂ. ഈ മിക്സ്ചറിൽ നിന്ന് 25 ലിറ്ററുള്ള ഈ മിക്സ്ചറിൽ നിന്ന് 3 ലിറ്റർ എടുത്ത് മാറ്റി. അപ്പോൾ 25 3 പോയാൽ 22 ബാക്കിയുണ്ട്. ബാക്കി വരുന്നത് 25 22 ഭാഗം. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു കോൺസെപ്റ്റായിട്ട് ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, മൊത്തം എത്രയാണോ അവശേഷിക്കുന്നത് അത് തന്നെയാണ് എലമെൻറ്റ്സിലും അവശേഷിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന വാട്ടറിൻ്റെ അവശേഷിക്കുന്നത് എന്താ? ഇത് തന്നെ, 22/25. കുഴപ്പങ്ങളൊന്നും ഇല്ല. പക്ഷെ അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ വരില്ല. കാരണം എന്താ? നമ്മൾ ഇവിടെ ഇത് ഒരു പ്രാവശ്യം കൂടെ റിപ്പീറ്റ് ചെയ്യുന്നില്ലേ? ഉണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം കൂടെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ അതിന് മുമ്പായിട്ട് വേറൊരു കാര്യം കൂടെ സംഭവിക്കുന്നുണ്ട് ഇവിടെ. എന്താണ്? 3 ലിറ്റർ എടുത്ത് മാറ്റിയിട്ട് നമ്മൾ 2 ലിറ്റർ ആഡ് ചെയ്തു. ഇതിപ്പോൾ 3 ലിറ്റർ എടുത്ത് മാറ്റിയതാ. 3 ലിറ്റർ ഓക്കെ, 25 ലിറ്ററിൽ നിന്ന് 3 ലിറ്റർ എടുത്ത് മാറ്റി എത്രയാവും? 22 ലിറ്റർ ആവും. എന്നിട്ട് 2 ലിറ്റർ ആഡ് ചെയ്ത് എത്രയാവും? 24 ലിറ്റർ ആവും. അപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം ഇത് റിപ്പീറ്റ് ചെയ്യുന്നതിന് മുമ്പ് അവിടെ നിലവിലുള്ളത് എന്താ? 24 ലിറ്റർ അല്ലേ? 24 ലിറ്ററാണ്. ഓക്കെ, പിന്നെ എടുത്ത് മാറ്റുന്നത് എന്ത് തന്നെയാണ്? 3 ലിറ്റർ തന്നെ. അപ്പോൾ 24 3 പോയാൽ 21. ഒരു വട്ടം കൂടെ റിപ്പീറ്റ് ചെയ്തു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതാണ് വാട്ടറിൻ്റെ അവസാനത്തെ അളവ്. ഒന്നുകൂടെ പറഞ്ഞുതരാം എന്താന്ന്. സിമ്പിൾ. 5 ലിറ്റർ വാട്ടറും 20 ലിറ്റർ മിൽക്കും ഉണ്ട്. 5 ലിറ്റർ വാട്ടറിൽ നിന്ന് നമ്മളെന്താ പറയുന്നത്? സൊല്യൂഷനിൽ നിന്ന് 3 ലിറ്റർ മാറ്റി. 25 ലിറ്ററിൽ നിന്ന് 3 ലിറ്റർ മാറ്റിയാൽ ബാക്കി എത്ര വരും? 22 ലിറ്റർ വരും. 25 22 ബാക്കി വന്നു. അത് തന്നെ വാട്ടറിലും ഇൻറ്റു 22/25. എന്നിട്ട് എന്ത് ചെയ്തു? അപ്പോൾ 25 ലിറ്ററിൽ നിന്ന് 22 ലിറ്റർ എടുത്ത് മാറ്റിയാൽ ബാക്കി 3 ലിറ്റർ എടുത്ത് മാറ്റിയാൽ ബാക്കി 22 ലിറ്റർ വരുന്നുണ്ട് അല്ലേ? ആ 22 ലിറ്ററിലോട്ട് നമ്മൾ എന്ത് ചെയ്തു? 2 ലിറ്ററും കൂടെ ആഡ് ചെയ്തു എന്നല്ലേ പറയുന്നത്? 2 ലിറ്റർ മിൽക്ക് ഏതാ ആഡ് ചെയ്തത്? മിൽക്ക് ആഡ് ചെയ്തു. അപ്പോൾ മൊത്തം ലിറ്റർ എത്രയായി? 24 അപ്പോൾ ഇപ്പോൾ 24 ഇരിക്കുക. ആ 24 പിന്നെ ഈ പ്രക്രിയ തുടർന്നു. എന്ത്? 3 ലിറ്റർ എടുത്ത് മാറ്റി. അപ്പോൾ 24 നിന്ന് 3 ലിറ്റർ എടുത്ത് മാറ്റുമ്പോൾ എന്താ? ബാക്കി 21 ലിറ്റർ വരും അല്ലേ? ഓക്കെ, അപ്പോൾ വെള്ളം ഇത്ര അവശേഷിച്ചു. എന്നിട്ട് എന്താ? 3 ലിറ്റർ മിൽക്ക് കൂടെ ആഡ് ചെയ്തു. അപ്പോൾ 21 ലിറ്ററാണ് അവശേഷിക്കുന്നത്. 3 ലിറ്റർ മിൽക്കും കൂടെ ആഡ് ചെയ്തപ്പോൾ എന്തായി? 24 ലിറ്റർ 23 ലിറ്റർ. 3 ലിറ്ററല്ല, 2 ലിറ്റർ മിൽക്കല്ല ആഡ് ചെയ്തത്, 23 ലിറ്റർ അവശേഷിച്ചു. ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഞാനിതൊന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ബിക്കോസ് ഇത് കുറച്ച് കൺഫ്യൂസിങ് ആണെന്ന് എനിക്ക് മനസ്സിലായി. ഞാനൊന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. കുറച്ചും കൂടെ വൃത്തിയിൽ എക്സ്പ്ലെയിൻ ചെയ്താൽ നിങ്ങൾക്കിത് മനസ്സിലാവും. ചില ആൾക്കാർക്ക് കത്തിയിട്ടുണ്ടാവും, എന്നാലും ഞാനൊന്നും കൂടെ പറയാം. കാരണം ഇത് ഇച്ചിരി പ്രശ്നമാണ് ഈ ഒരു പ്രോബ്ലം മാത്രം. ഓക്കെ, എനിക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇത്രയും ഭാഗം മനസ്സിലായല്ലോ. അതായത് നമുക്ക് 25 ലിറ്റർ സൊല്യൂഷൻ ഉണ്ട് ഇവിടെ നമുക്കൊരു ബോട്ടിലിനകത്ത് ഇങ്ങനെ 25 ലിറ്റർ സൊല്യൂഷൻ ഉണ്ട്. 25 ലിറ്റർ. ഇത് വാട്ടറും പാലും 1:4. അതായത് 25 ലിറ്റർ വാട്ടറും 20 ലിറ്റർ മിൽക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ പറയുന്ന അനുസരിച്ച്
ഇതിൽ നിന്ന് നമ്മൾ കുറച്ചെടുത്ത് മാറ്റി, കുറച്ചല്ല എടുത്ത് മാറ്റുന്നത്, എത്ര എടുത്ത് മാറ്റുന്നത്? 3 liters ഓഫ് ദ മിക്സ്ചർ എംപ്റ്റി ചെയ്തു. ഈ 25 ലിറ്ററിൽ നിന്ന് ഞാൻ 3 ലിറ്റർ എടുത്ത് മാറ്റുമ്പോൾ ആ 3 ലിറ്ററിനകത്ത് വെള്ളവും പാലും ഇല്ലേ? വെള്ളവും പാലും ഉണ്ട് അല്ലേ? വെള്ളവും പാലും 1:4 എന്ന അനുപാതത്തിൽ തന്നെ ഉണ്ട്. എടുത്ത് മാറ്റുന്നതിലും, ഇത് ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എടുത്ത് മാറ്റുന്നതിലും ഉണ്ടാവും, ബാക്കി വരുന്നതിലും 1:4 ഉണ്ടാവും. ഓക്കെ, പക്ഷേ തിരിച്ച് ഞാൻ എന്താ ചെയ്യുന്നത്? 3 liters ഓഫ് ദ മിക്സ്ചർ ഈസ് എംപ്റ്റീഡ് ആൻഡ് 2 liters ഓഫ് ദ മിൽക്ക് ആർ ആഡഡ്. ഇതിന് പകരം ഞാൻ ആഡ് ചെയ്യുന്നത് 2 ലിറ്റർ മിൽക്കാണ്. അപ്പോൾ പോകുമ്പോൾ വെള്ളവും പാലും പോവും, വരുമ്പോൾ പാല് മാത്രം വരും. അപ്പോൾ കുറയുന്നത് എന്താ? പാലാണോ? അല്ല, കുറയുന്നത് വാട്ടറാണ്. അപ്പോൾ വാട്ടറിൻ്റെ കേസ് നമ്മൾ എടുത്താൽ മതി. അപ്പോൾ വാട്ടറിൻ്റെ കേസ് നമ്മൾ എടുക്കുന്നു. 5 ഇൻറ്റു വാട്ടർ എത്ര അവശേഷിക്കും? വാട്ടർ എത്ര അവശേഷിക്കും? ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു മിക്സ്ചറിൽ നിന്ന് എത്രത്തോളം ഭാഗം എടുത്ത് മാറ്റുന്നോ അത്രത്തോളം ഭാഗം എടുത്ത് മാറുകയും എത്രത്തോളം ഭാഗം അവശേഷിക്കുന്നോ അത്രത്തോളം ഭാഗം എലമെൻറ്റ്സ് അവശേഷിക്കുകയും ചെയ്യും. അപ്പോൾ ഈ മിക്സ്ചറിൽ നിന്ന് എടുത്ത് മാറ്റിയത് എന്താ? 25 നിന്നും 3 ലിറ്റർ എടുത്ത് മാറ്റിയാൽ എത്ര ഭാഗം അവശേഷിക്കും? 22 അവശേഷിക്കുള്ളൂ. അപ്പോൾ അത് തന്നെയല്ലേ വാട്ടറും അവശേഷിക്കുള്ളൂ? അത് തന്നെ വാട്ടറും അവശേഷിച്ചുള്ളൂ, 22/25. ഓക്കെ, പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താ? എടുത്ത് മാറ്റിയത് മാത്രമാണോ ചെയ്തത്? അല്ല. എന്ത് ചെയ്തു? ഈ വാട്ടർ എടുത്ത് മാറ്റിയതിന് ശേഷം 2 ലിറ്റർ ആഡ് ചെയ്തു. 2 ലിറ്റർ എന്താ? പാലാണ് ആഡ് ചെയ്തത്. അപ്പോൾ 25 നിന്ന് 3 ലിറ്റർ മാറ്റിയപ്പോൾ 22 ബാക്കി വന്നു. അതിലോട്ട് 2 ലിറ്ററും കൂടി അതിപ്പം പുതിയ എന്തായി? 24ആയി. 22നോട് 2 ആഡ് ചെയ്താൽ 24 അല്ലേ? അത് മിൽക്ക് ആഡ് ചെയ്തത്. അപ്പോൾ ഇപ്പോൾ നിലവിലെന്താ? അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം നിലവിലിപ്പോൾ നമുക്ക് 25 എന്നുള്ള സംഖ്യ അങ്ങ് മറന്നേക്കുക. ഇനിയിപ്പോൾ 24 ലിറ്റർ സൊല്യൂഷനാണ് നമ്മുടെ കയ്യിലുള്ളത്. ഓക്കെ, അപ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്നത് എന്താ? പിന്നെയും ഇത് ആവർത്തിച്ചു. എന്താവർത്തിച്ചു? ഈ 24 ലിറ്റർ ഉള്ളതിൽ നിന്ന് പിന്നെയും 3 ലിറ്റർ എടുത്ത് മാറ്റി. അപ്പം എന്താ? വീണ്ടും 24 ലിറ്റർ ഉള്ളതിൽ നിന്ന് 3 ലിറ്റർ എടുത്ത് മാറ്റി അവശേഷിക്കുന്നത് എന്താ? 21 അല്ലേ? 21 കണ്ടോ? 21. അപ്പോൾ 3 ലിറ്റർ എടുത്ത് മാറ്റി. അപ്പോൾ വാട്ടറിൻ്റെ കാര്യം കഴിഞ്ഞു. കാരണം വാട്ടറിലെല്ലാം ആഡ് ചെയ്യുന്നു. ഇനി എന്താ? ഇനി മിൽക്ക് ആഡ് ചെയ്യുന്ന. ഇനി 2 ലിറ്റർ ആഡ് ചെയ്യും. അപ്പോൾ 2 ലിറ്റർ ആഡ് ചെയ്യും. അപ്പോൾ ഇത്രയും വാട്ടറും ബാക്കിയുണ്ട്. ഇത് കഴിഞ്ഞ് 2 ലിറ്റർ എന്താ ആഡ് ചെയ്തു? അപ്പോഴേ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നുണ്ട്. മിൽക്ക് ആഡ് ചെയ്തു. അപ്പോൾ 21 ലിറ്റർ സൊല്യൂഷൻ ഉള്ളതായിട്ട് 2 ലിറ്റർ മിൽക്കും കൂടെ ആഡ് ചെയ്താൽ എന്തായി? 23 ലിറ്ററായി. വന്ന് 23 ലിറ്ററായി. ആദ്യം 25 ലിറ്റർ ആയിരുന്നു. 3 ലിറ്റർ മാറ്റി 2 ലിറ്റർ ആഡ് ചെയ്തു, 24ആയി. പിന്നെ 3 ലിറ്റർ മാറ്റി 2 ലിറ്റർ ആഡ് ചെയ്തു, 23ആയി. വെള്ളം ഇതുമായി. അപ്പോൾ എന്താ? ഇതെന്താ? ഇത് ടോട്ടൽ സൊല്യൂഷൻ, TS എന്ന് വിളിക്കാം. ടോട്ടൽ സൊല്യൂഷൻ്റെ അളവ് 23. ഇത് ബാക്കി വന്ന വെള്ളം. ചോദിച്ചിരിക്കുന്നത് എന്താ? വാട്ട് വിൽ ബി ദ ഫൈനൽ റേഷ്യോ ഓഫ് മിൽക്ക് ടു വാട്ടർ? അപ്പോൾ മിൽക്ക് ടു വാട്ടർ, ഫൈനൽ റേഷ്യോ ഓഫ് മിൽക്ക്. ഇനിയിപ്പോൾ ഇത് വായിക്കാമല്ലോ, കുഴപ്പമില്ലല്ലോ, മനസ്സിലായില്ലേ? വളരെ ഈസി ആയിട്ടൊരു ഒരു കോൺസെപ്റ്റാണ്. ഇച്ചിരി നിങ്ങൾക്ക് ഇങ്ങനെ ഈ പിണഞ്ഞ് കിടക്കുന്നതുകൊണ്ട് മനസ്സിലാവുന്നില്ലെന്നേ ഉള്ളൂ. കുഴപ്പമില്ല, പോകെ ഇതുപോലെ ചില പ്രോബ്ലംസ് ചെയ്യുമ്പോൾ അത് മനസ്സിലാവും. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ വളരെ സ്ലോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ എന്താ? ഇതാണ് വാട്ടർ, ഇത് ടോട്ടൽ സൊല്യൂഷൻ. അപ്പോൾ മിൽക്കിൻ്റെ കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? കാരണം ഈ ടോട്ടൽ സൊല്യൂഷനിൽ നിന്ന് വാട്ടറിൻ്റെ മൈനസ് ചെയ്താൽ മിൽക്കിൻ്റെ ആയി. ഓക്കെ, അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? ഫൈനൽ റേഷ്യോ ഓഫ് മിൽക്ക് ടു വാട്ടർ ആണ്. മിൽക്ക് ടു വാട്ടർ. ഓക്കെ, അപ്പോൾ വാട്ടറിനെ നമുക്ക് ചെയ്യാം. ഇവിടെ എന്താ? 5 5 വെട്ടി, ഇത് 5, ഇത് 25, 5 വന്നു. ഇവിടെ 3 × 7 3 × 8 അല്ലേ? അതെ, 8നെയും ഇതിനെ 2 കൊണ്ട് വെട്ടാലോ. 2 × 11 22, 2 × 4 8 അല്ലേ? അതെ. അപ്പോൾ എന്ത് വന്നു? 7 × 11 77/5 4 20. 77/20 എന്ന് പറഞ്ഞാൽ എന്താ? വെള്ളത്തിൻ്റെ അളവാ അല്ലേ? വെള്ളത്തിൻ്റെ അളവ് 77/20. അപ്പോൾ മിൽക്ക് എന്താ? ടോട്ടലിൽ നിന്ന് വെള്ളത്തിൻ്റെ കുറച്ച് കഴിഞ്ഞാൽ മിൽക്കല്ലേ? കാരണം ബാക്കി മിൽക്കല്ലേ ഉള്ളൂ. ടോട്ടലിൽ നിന്ന് വെള്ളത്തിൻ്റെ കുറച്ച് കഴിഞ്ഞാൽ മിൽക്കാണ്. അപ്പോൾ ഈ M/W, മിൽക്ക് ഈസ്റ്റ് വാട്ടർ, നമുക്ക് M/W എന്ന് എഴുതാമല്ലോ. അങ്ങനെ എഴുതി ചെയ്യാം. അതായത് 23 ടോട്ടൽ മൈനസ് 77/20. അതെന്താ? ഞാൻ പറഞ്ഞ പോലെ പാല് ബൈ, ഇനി എന്താ? W, വാട്ടർ എന്താ? 77/20 അല്ലേ? എന്ന് പറയുമ്പോൾ എന്ത് വരും? 23 മൈനസ് 20 ഇതെന്താ? ഇത് 460 അല്ലേ? 460 മൈനസ് 77/20 എന്ന് വരും. 400, കറക്റ്റ് അല്ലേ?
അതെ അതെ 460 മൈനസ് 77 എന്ന് പറയുമ്പോൾ എന്താ 17 3 ഇവിടെ നമ്മുടെ 15 7 8 383 ബൈ എന്താ 20 ബൈ 77 ബൈ 20, അതായത് 20 കട്ടായി പോയില്ലേ. അതായത് എന്ത് വന്നു എം മിൽക്ക് ബൈ വാട്ടർ എന്നുള്ളത് 383 ബൈ 77 വന്നു. അതായത് മിൽക്ക് ഈസ് ടു വാട്ടർ എന്ന് പറഞ്ഞാൽ 383 ഈസ് ടു 77. ഡി, ഓപ്ഷൻ ഡി, 383 ഈസ് ടു 77. സി, ഇത് നമ്മൾ നോർമലി പഠിക്കുന്ന ഒരു മെത്തേഡല്ല, പക്ഷേ ഈ ഒരു കോൺസെപ്റ്റിൽ നിങ്ങൾ ഈ വീഡിയോ ഞാൻ ആദ്യം പറഞ്ഞതും ഈ രണ്ടാമത് പറഞ്ഞ് നോക്കിയാൽ മതി. ആദ്യം പറഞ്ഞിട്ട് കോംപ്ലക്സ് ആയിപ്പോയി. രണ്ടാമത് പറഞ്ഞ് എടുത്ത് നോക്കിയാൽ മതി. നിങ്ങൾ വളരെ സ്ലോ ആയിട്ട് പിന്നെയും ഇത് നോക്കി മനസ്സിലാക്കി പഠിച്ചാൽ മതി. ഇത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയണം. ഞാൻ ഇത് മാത്രമായിട്ടൊരു വീഡിയോ ഇടാം, ഇത് മാത്രമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ഇടാം. അപ്പോൾ നിങ്ങളിത് ചെയ്ത് നോക്കുക. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഓക്കെ.